ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2019 പുറത്തിറങ്ങിയ പ്രേ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതിൽ പണ്ട് കാലങ്ങളിൽ ഒരു പുരോഹിതൻ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് ക്രിസ്തുമതം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ. അതുപോലെ ഇവിടെ ഒരു പുരോഹിതൻ മലേഷ്യയിലെ ഒരു ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം പോവുകയും അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർക്ക് ക്രിസ്തുമതം ഉപദേശിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം കാണിക്കുന്നു. അവർക്ക് മനസ്സിലായില്ലെങ്കിലും അവർ പതിയെ പതിയെ അത് അംഗീകരിച്ചു തുടങ്ങി. ആ ദ്വീപിൽ ഒരു പള്ളിയും കെട്ടി ക്രിസ്തുമതം നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു വന്നു. എന്നാൽ പെട്ടെന്ന് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർക്ക് എന്തു പറ്റിയെന്നറിയില്ല. നമ്മുടെ മതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പുരോഹിതനെ ആക്രമിക്കുകയും പള്ളിക്ക് തീ വയ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഭയങ്കരമായ മാസ്ക് ധരിച്ചവരുടെ ഫോട്ടോകളെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സീൻ കട്ടാവുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. നായകൻ്റെ പേര് ഡോബെ. അവൻ എപ്പോഴും മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ നോക്കിക്കൊണ്ടിരിക്കും. അന്ന് അവൻ്റെ അച്ഛൻ അവനോട് വന്ന്, എന്താണ് എപ്പോഴും മൊബൈലിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്, വന്ന് കാറ് നന്നാക്കാൻ എന്നെ സഹായിക്കുക, അതിന് കുറച്ച് റിപ്പയർ ചെയ്യാനുണ്ട് എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ നായകൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ശരി, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തു വന്ന് കാറിലെ ചെറിയ റിപ്പയർ ശരിയാക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് പെട്ടെന്ന് മാസ്ക് ധരിച്ചെത്തിയ കുറച്ച് കള്ളന്മാർ ഈ അച്ഛനെ പിടിച്ച് കത്തി കൊണ്ട് കൊലപ്പെടുത്തുകയും കാറുമായി കടന്നു കളയുകയും ചെയ്യുകയാണ്. ഉള്ളിലിരിക്കുന്ന നമ്മുടെ നായകന് ഇതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം ടി വിയുടെ ശബ്ദം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ കാറ് പോകുന്നത് മാത്രം കേട്ടു. ഇതെന്താ അച്ഛൻ കാർ റിപ്പയർ ചെയ്യാനല്ലേ പറഞ്ഞത്, എങ്ങോട്ടേക്കാണ് കാർ എടുത്ത് പോയത് എന്ന് ചോദിച്ച് അവൻ പതിയെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ മൃതദേഹമാണ് കാണുന്നത്. അത്രയേ ഉള്ളൂ. അവനാകെ പേടിച്ചു പോയി. അവിടെ സീൻ കട്ടാവുന്നു. അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് വല്ലാതെ തളർന്നു. കാരണം അവൻ കൂടെ പോയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ്റെ മനസ്സ് ശരിയല്ലെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോഴാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്, എനിക്കറിയുന്ന ഒരാൾ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ പങ്കുചേരണം. അവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ദ്വീപിൽ കൊണ്ടുപോയി വിടും. അവിടെ നിങ്ങൾക്ക് കുറച്ച് നാൾ സമാധാനമായിരിക്കാം, ഒറ്റയ്ക്കിരിക്കാം, ചിന്തിക്കാൻ സമയം കിട്ടും, ആ കുറ്റബോധത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്നൊരു നിർദ്ദേശം നൽകുകയാണ്. നായകൻ്റെ അമ്മയും അതിന് സമ്മതം മൂളുന്നുണ്ട്. നമ്മുടെ നായകനാണെങ്കിലും ഓൾറെഡി വല്ലാതെ കുറ്റബോധത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് ശരി, ഞാനും പോവാന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു ബോട്ടാണ് കാണിക്കുന്നത്. ആ ബോട്ടിൽ ഇതുപോലെ മാനസികമായി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ സുഖപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ജോലി. നായകനെ പോലെ ഒരുപാട് പേർ യാത്രയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായകന് പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അവന് കടൽ യാത്ര തീരെ പറ്റില്ല എന്ന് തോന്നുന്നു. ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോൾ ബോട്ടിലെ കപ്പലായം അവനിൽ തട്ടി അവൻ കടലിലേക്ക് വീഴുന്നു. അത്രയേ ഉള്ളൂ. ആകെ പരിഭ്രമിച്ചു പോയി. എങ്കിലും ബോട്ടിലുണ്ടായിരുന്നവർ ഉടനെ വന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ചു ദൂരം യാത്ര തുടരുന്നുണ്ട്. അന്ന് മുഴുവൻ ബോട്ടിലുണ്ടായിരുന്നവരെല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നു. അപ്പോൾ ബോട്ടിലെ ലീഡർ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് ദ്വീപിൽ കഴിയാൻ തയ്യാറായി. ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാവരെയും ഓരോ ഒറ്റപ്പെട്ട ദ്വീപുകളിൽ കൊണ്ടുപോയി വിടും. ആ ദ്വീപിൽ നിങ്ങൾ 3 ദിവസം സ്വയം അതിജീവിക്കണം. അതിനുള്ള ഉപകരണങ്ങളെല്ലാം ഞങ്ങൾ തരും. അങ്ങനെ നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾക്ക് മാനസികമായി കൂടുതൽ ധൈര്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും തയ്യാറായിരുന്നോളാം പറയാണ്. എന്നിട്ട് ആർക്കൊക്കെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ഭക്ഷണ സാധനങ്ങൾ, ടോർച്ച് ലൈറ്റ്, അതുപോലെ അത്യാവശ്യത്തിനൊരു ഫ്ലെയർ, ഇതെല്ലാം കൊടുക്കുകയാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതുടനെ മുകളിലേക്ക് അടിച്ചു വിടുക. കാരണം ഞങ്ങൾ ഇവിടെ അടുത്തായി തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. ഉടനെ വന്ന എന്താണെന്ന് നോക്കാം, ശരിയല്ലേ, ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് അവിടെ പങ്കെടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവരെയും ഒറ്റപ്പെട്ട ദ്വീപിൽ കൊണ്ടുപോയി വിടാൻ പോവുകയാണല്ലോ. അതുപോലെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകനെ ഒരു ദ്വീപിൽ കൊണ്ടുപോയി വിടുകയാണ്. ലീഡർ 3 ദിവസം മാത്രം നന്നായി ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. നമ്മുടെ നായകനും പതിയെ ദ്വീപിലേക്ക് വരുന്നു. ആ ദ്വീപിൽ ആരും ഉണ്ടാവില്ലല്ലോ. അവന് കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും അവൻ്റെ മനസ്സിലുള്ള മുറിവ് കാരണം നമുക്കിവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ് പതിയെ ഉള്ളിലേക്ക് വരുന്നു. ഉള്ളിൽ വന്ന് ടെൻറ്റ് കെട്ടാനൊന്നും അറിയില്ല. എങ്കിലും എങ്ങനെയോ തട്ടിയും മുട്ടിയും ടെൻ്റെല്ലാം കെട്ടിയിട്ട് ശരി, ഉള്ളിൽ നിന്ന് കുറച്ച് വിറകെടുത്ത് വരാം എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിൽ നോക്കുമ്പോൾ തേങ്ങയെല്ലാം ഒരുപാട് കിടക്കുന്നുണ്ട്. അതെല്ലാം എടുത്തിട്ട് അവൻ പതിയെ നടക്കുമ്പോൾ അടിയിലൊരു മൃതദേഹം, അതായത് ഒരു കുരങ്ങൻ്റെ മൃതദേഹം. അത്രയേ ഉള്ളൂ. പേടിച്ചു പോയി അവനാകെ. ഇതെന്താ പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ടെൻറ്റിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം ഒരു കുരങ്ങെടുത്ത് തിന്നാണ്. അയ്യോ എന്ന് പറഞ്ഞ് വേഗത്തിൽ അതിനെ ഓടിക്കാൻ പോകുന്നതിന് മുന്നേ അത് ഒരുപാട് സാധനങ്ങൾ തിന്നിട്ട് ഓടിപ്പോയി. ശരി, നമുക്ക് തീയെങ്കിലും കത്തിച്ചു വയ്ക്കാം എന്നൊരു ടെൻഷനിൽ തീ കത്തിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അറിയാതെ അവൻ്റെ കൈ മുറിയുന്നുണ്ട്. വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അവന്. ഉടനെ ലൈറ്റർ എടുത്ത് കടലിലേക്ക് എറിയാണ്. അതിനുശേഷമാണ് അവൻ ചിന്തിക്കുന്നത്, അയ്യോ ലൈറ്റർ എടുത്ത് കളഞ്ഞല്ലോ, അതില്ലെങ്കിൽ തീ കത്തിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ വേഗത്തിൽ കടൽ തീരത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ സൂചി പോലുള്ള കല്ലിൽ ചവിട്ടിയിട്ട് കാല് മുറിയുന്നു. വേദന സഹിക്കാനാണെങ്കിൽ പറ്റുന്നില്ല. അവൻ്റെ രക്തവും കുറച്ച് ഒഴുകുന്നുണ്ട്. അത് താഴെ മാസ്ക് പോലെയുള്ള ഒന്നുമേ വീഴാണ്.
ഈ മാസ്ക് ആണ് നമ്മൾ തുടക്ക സീനിൽ കണ്ടത്. അപ്പോൾ തുടക്ക സീനിൽ കണ്ട ദ്വീപും ഈ ദ്വീപും ഒന്നാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരിക്കെ അടുത്തത് നമ്മുടെ നായകൻ അവിടെ നിന്ന് വരികയാണ്. വന്നിട്ട് താഴെ ഒരു ചിപ്പി പോലെ ഒന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് കത്തി കൊണ്ട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ കത്തി നോക്കിയപ്പോൾ അതിൽ മാഗ്നിഫൈഡ് ഗ്ലാസ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുകയാണ്. നല്ല സമയം, ഇത് വെച്ച് നമുക്ക് തീ കൊളുത്താമല്ലോ എന്ന് പറഞ്ഞ അവസാനം അത് വെച്ച് തീ കത്തിച്ച് എങ്ങനെയോ അന്ന് രാത്രിക്ക് വേണ്ട തീയെല്ലാം റെഡിയാക്കുന്നു. ഇപ്പോൾ രാത്രി ആവുന്നുണ്ട്. നമ്മുടെ നായകൻ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണവും കഴിക്കുന്നുണ്ട്. പക്ഷെ അവന് തീരെ വയ്യ. കാരണം അവൻ കടലിൽ വീണപ്പോൾ എന്തോ ഒരു അണുബാധ ഉണ്ടായതുപോലെ. അതുകൊണ്ട് ശരിയായി ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഛർദ്ദിക്കുകയാണ്. ശരി, നമ്മൾ കാട്ടിൽ ഇളനീരുണ്ടല്ലോ, അത് പോയി എടുത്ത് കുടിക്കാം എന്ന് പറഞ്ഞ് പതിയെ കാടിനുള്ളിലേക്ക് പോവാണ്. കയ്യിലൊരു ടോർച്ച് ലൈറ്റും വെച്ചിട്ട് മെല്ലെ കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ അവിടെ ഇളനീർ കിടക്കുന്നത് കാണുകയാണ്. ശരി, അത് എടുക്കാമെന്നോർത്ത് അടുത്തേക്ക് പോകുമ്പോൾ അവൻ്റെ പിന്നിൽ ആരോ നടക്കുന്നത് പോലെ തോന്നുകയാണ്. നമുക്ക് കാണാൻ കഴിയും അവനും ലൈറ്റായി തോന്നുന്നുണ്ട്. എന്താണിത്, ആരോ ഉള്ളതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. ഒരു സ്ഥലത്ത് ശബ്ദം കേട്ടപ്പോൾ അവിടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ മരത്തിന്റെ പിന്നിൽ ഏതൊരു രൂപം നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അവൻ ആകെ പേടിച്ചു പോയി. അയ്യോ, ഇവിടെ എന്തോ ഒന്നുണ്ടല്ലോ എന്ന് പേടിച്ച് വേഗത്തിൽ ടെന്റിലേക്ക് വന്ന് അടിയന്തര സാഹചര്യത്തിൽ അടിക്കാൻ തന്നിരുന്ന ഫ്ലെയർ എടുത്ത് അറിയാതെ നിലത്തേക്ക് അടിച്ചു വിടുന്നു. കാരണം അത്രയും അവൻ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടാൻ തുടങ്ങിയതുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ ഓർമ്മകളെല്ലാം വരുന്നുണ്ട്. കാരണം അവൻ കാരണമാണല്ലോ അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് അവൻ ബോധം കെട്ട് വീഴുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ആവുന്നുണ്ട്. നമ്മുടെ നായകൻ ബോധം കെട്ട സ്ഥലത്ത് നിന്ന് കണ്ണു തുറക്കുന്നു. അപ്പോൾ അവൻ്റെ അടുത്തായി ഈ ഇളനീർ വെട്ടി വെച്ചിരിക്കുകയാണ്. ഇതെന്താ, ആരാണിത് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് വേഗത്തിൽ ആ ഇളനീർ കുടിച്ചിട്ട് പതിയെ സൈഡിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരു പെൺകുട്ടി നിന്ന് മീൻ പിടിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട ദ്വീപാണെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പതിയെ അവളുടെ അടുത്തേക്ക് പോകുന്നു. ആ പെൺകുട്ടി നമ്മുടെ നായകനെ കണ്ടതും വേഗത്തിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. എന്താ നീ ഉടനെ പോകുന്നത്, നിന്റെ പേരെന്താണ് എന്നെല്ലാം ചോദിച്ച് സംസാരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി നായകനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. കയ്യിൽ കത്തിയും വെച്ചിട്ടുണ്ട്. വേഗത്തിൽ വന്ന് നമ്മുടെ നായകനെ കൊല്ലാൻ വരുമ്പോൾ സൈഡിലൊരു കെണി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേതോ ഒരു മൃഗം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് വീണ്ടും അവിടെ നിന്ന് പോവാണ്. നമ്മുടെ നായകൻ എന്താണത്, വിചിത്രമായ കെണിയാണല്ലോ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചുറ്റിനും ആ കെണി നോക്കിയിട്ട് വീണ്ടും നായികയെ പിന്തുടരുന്നു. നായികയോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, എപ്പോഴാണ് നീ വീട്ടിലേക്ക് പോകുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക ഒന്നും സംസാരിക്കുന്നില്ല. അവളുടെ പേര് മാത്രം പറയുന്നു. അതിനുശേഷം അവർ വരുന്നത് തുടക്ക സീനിൽ ഈ മെഷീനറികളെല്ലാം കണ്ടല്ലോ, അതിന് പുറത്തായി ചെറിയൊരു കെട്ടിടം പോലെ കെട്ടിവെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തേക്ക് വന്ന് നമ്മുടെ നായകൻ മീൻ പാചകം ചെയ്യാൻ തുടങ്ങുന്നു. നായിക അടുത്തായി നിന്ന് അത് കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അവൻ അവൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവൾ അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ നല്ല ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ ഫ്രഷായ ഭക്ഷണം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായകൻ പോകാൻ തുടങ്ങുകയാണ്. എന്താ നീ ഉടനെ പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ച് നായിക അവനെ പിന്തുടർന്ന് പോവാണ്. പെട്ടെന്ന് വീണ്ടും അവൾ നായകനെ ആക്രമിക്കാൻ വരുമ്പോൾ എന്താണെന്ന് നോക്കിയാൽ നായകനെ കഴിക്കാൻ വേണ്ടി ഒരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കൊന്ന് ആ പാമ്പിനെ അവൾ കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് നായകനെ നോക്കി, ഇവിടെ നോക്ക്, എന്നെ പിന്തുടർന്ന് വരരുത്, അതുകൂടാതെ തീയുടെ അടുത്തായി ഇരിക്കുക, അപ്പോൾ ഇതുപോലുള്ള ക്രൂരമായ മൃഗങ്ങൾ നിന്റെ അടുത്തേക്ക് വരില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ശരി എന്ന് പറഞ്ഞ് നമ്മുടെ നായകൻ തീ കത്തിച്ചു വെച്ച് ആ സ്ഥലത്ത് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് തുടക്ക സീനിൽ നായകന്റെ അച്ഛനെ മാസ്ക് ധരിച്ച കള്ളന്മാർ കൊലപ്പെടുത്തിയിരുന്നല്ലോ. ആ മാസ്ക് ധരിച്ച ആരൊരാൾ വന്ന് നമ്മുടെ നായകനെ കത്തി കൊണ്ട് കുത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് കണ്ണു തുറക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമാണ്. എന്തൊരു സ്വപ്നമാണിത്, വേഗത്തിൽ ഇതെല്ലാം മറക്കണം എന്ന് പറഞ്ഞ് തീ നോക്കുന്നു. അതാണ് ഞാൻ തുടങ്ങാണ്. ശരി, കുറച്ചു നേരം കൂടി കത്തിച്ചു വെക്കാം എന്ന് പറഞ്ഞ് തീ കത്തിക്കാൻ തുടങ്ങുമ്പോൾ കാട്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്. അവന് കുറച്ച് ഭയവും തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അത് നായിക തന്നെ ആയിരിക്കും എന്ന ചെറിയ പ്രതീക്ഷയിൽ കാടിനുള്ളിലേക്ക് പതിയെ പോകുമ്പോൾ ആ രൂപം ഉണ്ടല്ലോ, അത് അവൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നാണ്. അവൻ നോക്കുമ്പോൾ പെട്ടെന്ന് അത് ഒളിച്ചു പോകുന്നുണ്ട്. ശരി, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നായകൻ ഉറങ്ങാണ്. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആവുന്നു. നമ്മുടെ നായിക വേഗത്തിൽ നായകൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അവന് വേണ്ടി പ്രഭാത ഭക്ഷണം പാചകം ചെയ്യുന്നു. ഇപ്പോൾ പതിയെ നമ്മുടെ നായകനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അത് കൂടാതെ നായകന്റെ കാലിൽ മുറിവുള്ളത് കണ്ടതും വാ എന്ന് പറഞ്ഞ് അവനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കാരണം വേഗത്തിൽ സുഖമാവാൻ വേണ്ടി ഒരു ഇല അരച്ച് വെച്ചാൽ മതിയാകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് വന്ന് ആ ഇല അരച്ച് നായകന്റെ കാലിൽ വെച്ചിട്ട് ഈ ഇല മാത്രം നീ കഴിച്ചാൽ നിന്റെ വായ മരവിച്ചു പോകും, കുറച്ചു നേരത്തേക്ക് നിനക്കൊന്നും കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നായകന്റെ വായിൽ വെക്കുന്നു. സത്യത്തിൽ അത് മരവിച്ചു പോവാണ്. പിന്നെ ഇവരും കുറച്ച് ക്ലോസ് ആയി. അപ്പോഴാണ് നായിക പറയുന്നത്, ഇതുപോലെ ഞാനും എൻ്റെ അമ്മയും അച്ഛനും 3 പേരും ചെറുപ്പത്തിൽ ഈ ദ്വീപിൽ വന്നു. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയത്, അതുകൊണ്ട് ഞങ്ങൾ ഈ ദ്വീപിൽ തന്നെ ഇരുന്നു എന്നുള്ള കഥയെല്ലാം പറയുന്നു. അതിനുശേഷം ആ സ്ഥലത്തേക്ക് മീൻ പിടിക്കാൻ വരുന്നുണ്ട്. നായകൻ എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടത്, എങ്ങനെയാണ് ആയുധങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത് എന്നെല്ലാം നായിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറുപടിയായി നായകൻ ഇന്റർനെറ്റ് എന്താണ്, ഹൈഫൈ എങ്ങനെ കൊടുക്കണം എന്നെല്ലാം അവനും ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാത്രിയാവാൻ പോകുന്നു. നമ്മുടെ നായികയ്ക്ക് പോകേണ്ട സമയമായി. അതുകൊണ്ട് ശരി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങുമ്പോൾ എന്നാൽ ശരി ഞാനും വരാം, നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും വരാം എന്ന് പറഞ്ഞ്
നായകൻ പിന്നാലെ പോകുന്നു. എങ്കിലും വേണ്ട, നീ വരണ്ട, അവിടെ എൻ്റെ അമ്മ ഉണ്ടാവും. എൻ്റെ അമ്മ നിന്നെ കണ്ട അത്രേ ഉള്ളൂ, നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ നിന്നെ കാണാൻ വരാം എന്ന് പറയുന്നു. അപ്പോൾ നായകൻ പറയുന്നുണ്ട്, നാളെ രാവിലെയോ? എന്താ നീ പറയുന്നത്? നാളെ എന്നെ വിളിക്കാൻ ആളുകൾ വരും. 3 ദിവസം മാത്രമേ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയൂ. എപ്പോഴാണ് വരുന്നതെന്ന് പറയാതെ വരും എന്ന് പറയാണ്. അപ്പോൾ നായിക പറയുന്നുണ്ട്, എന്താ നീ നാളെ പോവോ? എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നത് എന്ന് പറഞ്ഞ് നായിക ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. അതേ സമയത്ത് രാത്രിയാവുന്നുണ്ട്. ഈ സൈഡിൽ ആ ലീഡറെ കാണിക്കുന്നു, അതായത് ആ ബോട്ടിലെ ലീഡർ. അവരാണല്ലോ നമ്മുടെ നായകനെ ഇവിടെ കൊണ്ടുവിട്ടത്. അവർ നായകനെ കാണാൻ വേണ്ടി ഈ ദ്വീപിലേക്ക് വരുന്നു. പുറത്തു വന്ന് നോക്കുമ്പോൾ പുറത്തായിരിക്കും ടെന്റ് എടുത്ത് എല്ലാവരും താമസിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇവനെ കാണാത്തതുകൊണ്ട് എന്താ ഇവൻ പുറത്ത് താമസിക്കാതെ കാടിനുള്ളിൽ പോയല്ലോ എന്ന് പറഞ്ഞ് പതിയെ കാടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിചിത്രമായ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങുന്നു. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണിതെന്ന് പേടിച്ച് പതിയെ കാടിനുള്ളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് എന്തോ ഒന്നിനെ കണ്ട് പേടിച്ച് തറയിൽ വീഴുന്നു. അതുകൊണ്ട് ടോർച്ച് ലൈറ്റ് താഴെ വീഴുന്നുണ്ട്. ഉടനെ ടോർച്ച് ലൈറ്റ് എടുക്കാൻ നോക്കുമ്പോൾ അത് കാണുന്നില്ല. മറുപടിയായി ഓപ്പോസിറ്റിൽ നിന്ന് ആരോ ഇവരുടെ നേർക്ക് ടോർച്ച് അടിക്കുന്നുണ്ട്. ഇയാൾക്ക് ഹൃദയമെടുപ്പ് കൂടുന്നുണ്ട്. ആരാണത്? നീയാണോ കളിക്കുന്നത്? സത്യം പറ, എവിടെയാ നീ എന്ന് പറഞ്ഞ് നായകന്റെ പേര് വിളിച്ച് മുന്നോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് ആ ടോർച്ച് ലൈറ്റ് എടുത്ത് ഈ ലീഡറിന്റെ മേൽ തന്നെ എറിഞ്ഞു കളയുന്നു. അവരും ഉടനെ ടോർച്ച് ലൈറ്റ് എടുക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ എടുക്കാൻ വരുമ്പോൾ നീല നിറത്തിൽ 2 കണ്ണുകൾ, കാണാൻ തന്നെ ഭീകരമായിരിക്കുന്നു. ഏതോ ഒരു ജീവി പോലെ അത് ഈ ലീഡറിന്റെ അടുത്തായി നിൽക്കുന്നുണ്ട്. ലൈറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആകെ പേടിച്ചു പോയി. ഇപ്പോൾ കട്ട് ചെയ്ത് വെറും ഇരുട്ട് മാത്രം കാണിക്കുകയാണ്. അതിൽ ഈ ലീഡർ പെണ്ണിന്റെ അലർച്ച മാത്രം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുന്നു. നമ്മുടെ നായകൻ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്താണ് കിടന്നുറങ്ങിപ്പോയത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പതിയെ പുറത്തേക്ക് വന്ന് നോക്കാണ് നായിക വന്നിട്ടുണ്ടോ എന്ന്. പക്ഷെ നായിക ഇപ്പോഴും വന്നിട്ടില്ല. എവിടെ പോയി ഇവൾ എന്ന് പറഞ്ഞ് ബീച്ചിൽ മുഴുവൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഈ ട്യൂബ് പൊങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. എന്താണത്? ഈ ബോട്ടിലുള്ളതല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് പതിയെ നീന്തിപ്പോയി അതിനെടുക്കുമ്പോൾ സൈഡിലൊരു ബോട്ട് മറിഞ്ഞു കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് നേരത്തെ ലീഡർ വന്ന ബോട്ടാണ്. ആ ബോട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരോ ഒരാൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് പോവാണ്. ഒരുപക്ഷെ ഇത് നായികയുടെ അമ്മയായിരിക്കോ എന്ന് തോന്നുകയാണ്. അവനത് കണ്ടതിന് ശേഷം, അവർ പോയതിനു ശേഷം പതിയെ അവനും ബോട്ടിന്റെ അടുത്തേക്ക് നീന്തി വരാണ്. ആവശ്യമുള്ള വസ്തുക്കൾ എങ്ങാനും ആ ബോട്ടിന്റെ അടിയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവൻ ബോട്ടിന്റെ അടുത്തേക്ക് ചുറ്റിനും നോക്കിയിട്ട് അവിടെ 2 ഫ്ലയർ ഉണ്ടായിരുന്നു. അതും വെള്ളത്തിൽ കുതിർത്തുകൊണ്ട് വർക്കാകാതെ പോവാണ്. ശരി, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്രേ ഉള്ളൂ. അവരുടെ മൃതദേഹം കണ്ടതും പേടിച്ചുപോയി. വേഗത്തിൽ പുറത്തു വന്ന് കരയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവന്റെ ഷർട്ട് ആ ബോട്ടിൽ കുടുങ്ങിപ്പോവും. അവന് ശ്വാസം വിടാൻ പറ്റുന്നില്ല. എങ്കിലും അവസാനം എങ്ങനെയോ അത് ചെയ്ത് വലിച്ചൂരി വേഗത്തിൽ കരയിലേക്ക് വരികയാണ്. അവനിപ്പോൾ വല്ലാതെ ഭയമാവുന്നുണ്ട്. ആരാണിത് ഇങ്ങനെ ചെയ്യുന്നത്? ആരാണ് ഇവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? ഇപ്പൊ പോയല്ലോ, നായികയുടെ അമ്മയാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പേടിച്ച് കാടിനുള്ളിലേക്ക് പോവാണ്. കാടിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ടോർച്ച് ലൈറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് നേരത്തെ ലീഡർ എറിഞ്ഞ ടോർച്ച് ലൈറ്റ്. അതെടുത്ത് നോക്കുമ്പോൾ അതിന്മേൽ ഒരുപാട് പോറലുകൾ ഉണ്ടായിരുന്നു. എന്താണിതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നായികയെ തേടി പോവാണ്. നായിക ഒരു മരത്തിന്റെ ഉള്ളിൽ പോയിരുന്നല്ലോ നേരത്തെ രാത്രി. ആ മരത്തിന്റെ ഉള്ളിലേക്ക് പതിയെ പോകാൻ തുടങ്ങാണ്. ഉള്ളിൽ പോയി നോക്കുമ്പോൾ ഒരു വലിയ ഗുഹ. ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് വവ്വാലുകൾ, അതുകൂടാതെ ചെറിയ ചെറിയ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഇവനും ധൈര്യമായി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ പിന്നിൽ ആ രൂപം ഉണ്ടല്ലോ, ആ രൂപം വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ പെട്ടെന്ന് അത് ഒളിച്ചു പോകുന്നുണ്ട്. ശരി, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അവൻ പതിയെ ആ തുരങ്കത്തിന്റെ അകറ്റത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ ഈ സൈഡിൽ തന്നെയാണ് ചെറിയ വീട് പോലെ അഴിഞ്ഞുപോയത്. അപ്പോൾ ഈ സ്ഥലത്താണ് നായിക താമസിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് പതിയെ നായികയെ തേടിക്കൊണ്ട് ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരറ്റത്തായി ഒരു ആടുള്ളത് കാണുകയാണ്. ആടാണോ? നല്ലതാണല്ലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കഴുത്തിൽ ആരോ അമ്പ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാൽ നായികയുടെ അമ്മയാണ്. ഉടനെ ഒരു സ്ഥലത്ത് പോയി ഒളിക്കുന്നുണ്ട്. ഒളിച്ച് ഒരു സൈഡിൽ വന്ന് നോക്കുമ്പോൾ ഒരു ക്യാബിൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നായിക താമസിക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ആ സ്ഥലം പതിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് പാസ്പോർട്ടുകൾ മാത്രം. ഇതെന്താ, പാസ്പോർട്ടുകൾ മാത്രം ഒരുപാടുണ്ടല്ലോ, ആരുടെ ആയിരിക്കും എന്ന് നോക്കുമ്പോൾ നായികയുടെ കുടുംബ ഫോട്ടോ, അതായത് ചെറുപ്പത്തിൽ ഒരു പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ പാസ്റ്ററാണ് നായികയുടെ അച്ഛൻ. സൈഡിൽ ഒരു ഗ്യാസ് ക്യാൻ ഉള്ളതും ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, ഈ സ്ഥലം വളരെ വിചിത്രമായിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോവാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ വരുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നു. അവൻ ആകെ പേടിച്ച് കട്ടിലിന്റെ അടിയിൽ പോയി പതിയെ ഒളിക്കുകയാണ്. ഉള്ളിൽ നോക്കുമ്പോൾ നായികയും നായികയുടെ അമ്മയുമാണ് വരുന്നത്. നായികയുടെ അമ്മ ഏതൊരു പഴം അരച്ച് നായികയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നായിക അത് കഴിക്കുന്നില്ല. അപ്പോൾ നായികയുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞിട്ട് പുറത്തെങ്ങും പോരുതെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ നായകൻ സൈഡിലേക്ക് നോക്കുമ്പോൾ അടിയിലൊരു മാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാസ്ക് ഇട്ടാണ് ഇവനെ ഭയപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ പേടിച്ചെങ്കിലും ആരൊരാൾ തന്നെയാണ് നമ്മളോട് ഇങ്ങനെ കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ആ അമ്മയും നായികയും പോയതിനു ശേഷം നമ്മുടെ നായകൻ പതിയെ പുറത്തു വന്ന് നായികയെ തേടി പോവാണ്. അപ്പോൾ നായികയും ഇപ്പോൾ നമ്മുടെ നായകനെ കാണുന്നുണ്ട്. കണ്ടതും എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ അമ്മ മാത്രം കണ്ടാലോ, അത്രയേ ഉള്ളൂ, നിന്നെ പിന്നെ കൊന്നുകളയും, വേഗത്തിൽ ഇവിടെ നിന്ന് പൊക്കോ, ഞാൻ നാളെ നിന്നെ കാണാൻ വരാം, ഓക്കെ സമാധാനമായിരിക്കുക എന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു.
പുറത്ത് വന്നതും നമ്മുടെ നായകൻ മീൻ പിടിക്കുന്നുണ്ട്. നായിക പറഞ്ഞു കൊടുത്തിരുന്നല്ലോ എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്ന്. അതനുസരിച്ച് മീനെല്ലാം പിടിച്ചിട്ട് ഇളനീരെല്ലാം പറിച്ച് പതിയെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്ത് ആ സ്ഥലത്ത് ആരോ ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഉടനെ ശരി നമ്മളെ വിളിക്കാൻ തന്നെയാണ് ഈ സിഗ്നൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അവനും എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കാമെന്ന് പറഞ്ഞ് തീയെ ഒരുപാട് കത്തിച്ചു വിടുന്നു. അങ്ങനെ രാത്രി ആവുന്നുണ്ട്. ശരി കുറച്ചു നേരം ഉറങ്ങാമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ ആ സമയത്ത് നായിക ഈ സ്ഥലത്തേക്ക് വരാണ്. നായികയെ കണ്ടതും നായകന് വളരെ സന്തോഷമാവുന്നുണ്ട്. എങ്കിലും നായികയെ നോക്കി, ഞാൻ നേരത്തെ എന്തിനാണ് നിന്റെ അമ്മ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നത്? നിന്റെ അമ്മ ഞങ്ങളെ ലീഡറെ കൊലപ്പെടുത്തി കളഞ്ഞു. അവരുടെ ബോട്ടിനുള്ളിൽ ഞാനത് കണ്ടു. അതുകൂടാതെ ഇപ്പം ഞാനും സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആളുകൾ വന്നേക്കും എന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നായികയ്ക്ക് ഇത് കേട്ടതും വിഷമാവുന്നുണ്ട്. ഉടനെ നായികയുടെ തല അവന്റെ തോളിൽ വെച്ച് ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു. ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അമ്മയും അച്ഛനും ഈ ദ്വീപിലേക്ക് വന്നു ക്രിസ്തുമതം ഉപദേശിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടെയുള്ള നാട്ടിലെ ചെറിയ കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തോടെയും കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ ദിവസം അത് നടക്കുന്നത് വരെ ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് ഞാൻ ഒരൊറ്റത്തിരുന്ന് കരയായിരുന്നു. എൻ്റെ സൈഡിലെല്ലാം രക്തം ഉണ്ടായിരുന്നു. അതേസമയത്ത് എൻ്റെ അമ്മ രക്തത്തിൽ കുളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയായിരുന്നു. അവരായിരിക്കും ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഇതുവരെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അന്ന് മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പേടിച്ചാണ് ജീവിച്ചിരുന്നത് എന്ന് സങ്കടത്തോടെ കരയുന്നു. ഉടനെ നായകൻ, ശരി നീ ഒന്നും പേടിക്കണ്ട, എന്നെ വിളിക്കാൻ ബോട്ട് വരുന്നുണ്ടല്ലോ, അതിൽ നീയും എൻ്റെ കൂടെ കയറി വന്നോ എന്ന് പറയാണ്. നായികയ്ക്ക് ഇത് കേട്ടതും സന്തോഷം വരുന്നുണ്ട്. ശരി ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയേ പറ്റൂ. കാരണം രാത്രിയാവും പോവല്ലേ, എൻ്റെ അമ്മ എന്നെ തേടിക്കൊണ്ടിരിക്കും. എൻ്റെ അമ്മയ്ക്ക് സംശയം വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ വേഗം വരാം, ഓക്കെ ആണോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ ആവുന്നു. നായകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിമാനം ആകാശത്തിലൂടെ പോകുന്നത് പോലെ. അയ്യോ എന്നെ വിളിക്കാൻ വന്നതാണല്ലോ എന്ന് പറഞ്ഞ് വേഗത്തിൽ വിമാനത്തെ നിർത്താൻ വേണ്ടി പോവാണ്. അതിനുള്ളിൽ അത് വേഗത്തിൽ പോയി. എന്താണിതെന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ സൈഡിൽ ആരോ ഉപേക്ഷിച്ച് പോയ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത് പോലെ. എന്താണിത്, ഇത്രയും നാൾ ഇവിടെ ഇരുന്നിട്ട് ഇത് കാണാതെ പോയല്ലോ എന്ന് പറഞ്ഞ് പതിയെ ആ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിൽ പോയി എന്തിനാണ് ഇത് റിപ്പയർ വന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ എൻജിൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ് അവൻ ഓർമ്മ വരുന്നത്. കാരണം അവൻ്റെ അച്ഛൻ കാറിൻ്റെ എൻജിനെ പറ്റി ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഏകദേശം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതെങ്ങനെയാണ് കേടായത് എന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്യാസിലിന് ഒഴിച്ചാൽ ശരിയാവും. അതുകൂടാതെ ആ ഗ്യാസ് ക്യാൻ അവിടെ ഉള്ളത് കണ്ടിരുന്നല്ലോ, അപ്പോൾ അതും ഓർമ്മിച്ച് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് അതിനുശേഷം അവൻ ഓൾറെഡി ഇരുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ നായകനെ കാണാണ്. ആരാണെന്ന് നോക്കിയാൽ ഇവൻ വേറെ ആരുമല്ല, നമ്മുടെ നായകനെ പോലെ ഇവനും ആ ബോട്ടിലുണ്ടായിരുന്ന മറ്റൊരാളാണ്. ഇവനെ അടുത്ത ദ്വീപിലാണ് വിട്ടിരുന്നത്. ഇവനെ വിളിക്കാൻ ആളുകൾ വരാത്തതുകൊണ്ട് കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നേരത്തെ രാത്രി നമ്മുടെ നായകൻ തീ കത്തിച്ച് വിട്ടിരുന്നല്ലോ. അത് കണ്ടിട്ടാണ് ഇവിടെ ആരോ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നായി ഇവിടെ നിന്ന് പോവാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ നായകന് നായികയെ ഓർമ്മ വരുന്നത്. ഇവിടെ നോക്ക്, നമ്മളെപ്പോലെ ഇവിടെ ഒരു പെൺകുട്ടി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ അവൾ കുറേ വർഷങ്ങളായി ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തി നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാം. നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാം. ശരിയാണെന്ന് പറഞ്ഞ് വേഗത്തിൽ നായിക ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ നായികയുടെ അമ്മയുടെ കൈകളിൽ പെട്ട് നായിക ഇരിക്കുന്നുണ്ടായിരുന്നു. അവരൊരു ഊന്നുവടി വെച്ച് പേടിപ്പിക്കുന്നുണ്ട്. ആരാടാ നീ, എന്തിനാണ് ഇവിടെ വന്നത് എന്നെല്ലാം ചോദിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായകനും പറയുന്നുണ്ട് എന്നെ വിട് എന്ന് പറയാണ്. അവർ ആ ഊന്നുവടി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നായകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. നായികയുടെ അമ്മയും അവനെ പിന്തുടർന്ന് ഓടി വരുന്നു. അങ്ങനെ ഓടി വരുമ്പോൾ ഒരു കെണിയിൽ അവർ പെട്ടുപോവാണ്. കാരണം നമ്മുടെ നായകന് അവിടെ കെണിയുണ്ടെന്ന് അറിയാമായിരുന്നല്ലോ. പക്ഷേ ഈ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നന്നായി കുടുങ്ങിപ്പോയി. അതുകൊണ്ട് അവരുടെ മേൽ ഒരു കമ്പി തുളച്ച് കയറാണ്. ഏകദേശം ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ നായകൻ ഇരുന്നിട്ട് എന്തിനാണ് നിങ്ങൾ എല്ലാവരെയും കൊലപ്പെടുത്തിയത്, നിങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണോ കൊലപ്പെടുത്തിയത്, നിനക്ക് തെറ്റിപ്പോയി, ഞാൻ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല, എല്ലാ കൊലയും ചെയ്തത് എൻ്റെ മോളാണ് എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ, അവനാകെ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നായികയുടെ അപ്പനും അമ്മയും അതിനുശേഷം ചെറിയ നായികയും എന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ ഈ ദ്വീപിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ കുറച്ച് ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. അവർ സാത്താനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇവർ ക്രിസ്തുമതം ഒരുപാട് ഉപദേശിച്ചു. എങ്കിലും ആ സാത്താനെ ആരാധിക്കുന്ന സംഘം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ദിവസത്തിന് സാത്താനെ നമ്മൾ ബലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മൃഗങ്ങളെ വേട്ടയാടി അവരതിനു വേണ്ടി ഭയങ്കരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് നായകൻ്റെ കുടുംബം വരുന്നുണ്ട്. അവരോട് ഇവിടെ നിന്ന് പോവാനും ഇവിടെ ഇരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നായകൻ്റെ അച്ഛൻ ഒരു പുരോഹിതനല്ലേ, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക പതിയെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആ സാത്താൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അവൾ അടുത്തിരിക്കുമ്പോൾ കൃത്യമായി ആ ക്രൂരനായ സാത്താൻ നമ്മുടെ നായികയുടെ ശരീരത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ, അന്നു മുതൽ നായിക ക്രൂരയായ സാത്താനായി മാറി.
സാത്താനായി മാറിയത് മാത്രമല്ല ആ ഊരിലുള്ള എല്ലാവരെയും വേട്ടയാടിയത് അവൾ തന്നെയാണ്, നായികയുടെ അമ്മയെ ഒഴിച്ച്. ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ഇതാ ഈ പഴം വെച്ചോ, ഇത് മുഖേനയാണ് അവൾ കുറച്ചൊക്കെ നോർമലായിരിക്കുന്നത്. അതുകൂടാതെ അവൾക്ക് വെളിച്ചമെന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീ വെളിച്ചത്തിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. ഇതെല്ലാം കണ്ട നായകൻ എങ്ങനെ ഇരിക്കും? ഇത്രയും നാൾ ഒന്നും അറിയാതിരുന്നില്ലേ, ഇപ്പോൾ വന്ന് പറയുകയാണല്ലോ എന്ന് പേടിച്ച് പതിയെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ ഈ കൂട്ടുകാരനെയാണ് കാണിക്കുന്നത്. അവൻ തീ കത്തിച്ച് വെച്ചിരുന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞ് പതിയെ നോക്കി വരുമ്പോൾ ഏതോ ഒരു എല്ലിൻ കൂടി കിടക്കുന്നത് പോലെ. എന്താണിതെന്ന് പേടിക്കുന്നതിനിടയിൽ സൈഡിൽ നിന്ന് ആ സാത്താൻ വന്ന്, അതായത് നായികയുടെ ശരീരത്തിലാണല്ലോ സാത്താൻ ഉള്ളത്, അത് പതിയെ വന്ന് ഇവനെ ഭയങ്കരമായി വേട്ടയാടുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ നമ്മുടെ നായകനും പരിഭ്രമിച്ച് ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ ഇവിടെ രക്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഇവനെ നായിക കൊന്നു കളഞ്ഞെന്ന്. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ആരോ വരുന്നത് പോലെ. ആരാണെന്ന് നോക്കിയാൽ അത് നായികയാണ്. സാത്താനായി മാറിയാണ് ഇരിക്കുന്നത്. പക്ഷെ നായകനെ കണ്ടതും കുറച്ച് നോർമലായി. ഇവിടെ വെളിച്ചമുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പതിയെ നായികയുടെ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതും അവളുടെ അമ്മയുടെ മൃതദേഹം എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതാരാണ് ഇങ്ങനെ ചെയ്തതെന്ന് നായകൻ ചോദിക്കുമ്പോൾ നായിക പറയുന്നുണ്ട്, ഞാനാണത് ചെയ്തത്. കാരണം നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ തടസ്സമായിരുന്നത് എൻ്റെ അമ്മയല്ലേ. ഇനി പേടിക്കണ്ട, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, ഇവിടെ നിന്ന് നമുക്ക് പോവാം എന്നെല്ലാം പറഞ്ഞ് നൈസായി സംസാരിക്കുന്നു. നായകനും അതിൽ മയങ്ങി പോവാണ്. അതുകൊണ്ട് നായകന്റെ അടുത്തേക്ക് പതിയെ വന്ന് ചുംബിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ നായകനും കുറച്ചു നേരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കുറച്ച് പഴങ്ങൾ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ അത് താഴെ വീണു പോവാണ്. ഇത് ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട്. വീണ്ടും സാത്താനായി ആക്രമിച്ചു വരുമ്പോൾ ഉടനെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ പഴങ്ങളെല്ലാം പറിച്ച് വീണ്ടും അവളുടെ മേൽ ഒഴിക്കാം എന്ന് നോക്കുന്നു. പക്ഷെ അവൾ വളരെ ശക്തനായതുകൊണ്ട് നായകനെ പിടിച്ചടിച്ച് അവൻ്റെ കണ്ണിൽ ആ പഴങ്ങളെല്ലാം ഒഴിക്കുന്നു. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതുകൂടാതെ ഈ ലൈറ്റ് ഹൗസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് റൂമിനുള്ളിലേക്ക് വന്നു പോകും. അപ്പോൾ വെളിച്ചമെന്ന് പറഞ്ഞാൽ നായികയ്ക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നായകൻ കുറച്ച് ഒളിച്ച് നിൽക്കുമ്പോൾ ഉടനെ ഈ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നായകൻ വേഗത്തിൽ കണ്ണാടി ചില്ല് വെച്ച് ആ ലൈറ്റ് അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന രീതിയിൽ ചെയ്യുകയാണ്. ഇതുകൊണ്ട് നായിക പതിയെ നോർമലാവുന്നു. ഈ ഗ്യാപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നായകൻ വേഗത്തിൽ പുറത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ പോകുമ്പോൾ തീപ്പന്തമുണ്ടല്ലോ, അതെടുത്ത് ഈ സ്ഥലത്തേക്ക് തീ വയ്ക്കുന്നു. അതുകൊണ്ട് നായിക ഇപ്പോൾ ഉള്ളിൽ നന്നായി കുടുങ്ങിപ്പോയി. ഇപ്പോൾ നായികയായി മാറിയിട്ട് നായകനോട് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ നായകൻ അറിയാം രക്ഷിച്ചാൽ ഇവൾ സാത്താനായി മാറുമെന്ന്. ഉടനെ അമ്മേ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വേഗത്തിൽ വാതിലടച്ച് അവിടെ നിന്ന് ബോട്ടിന്റെ അടുത്തേക്ക് വരാൻ നോക്കുകയാണ്. ബോട്ട് ദൂരത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീന്തിയിട്ടാണെങ്കിലും ഞാൻ ബോട്ടിന്റെ അടുത്തേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് വന്ന് നീന്തി വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാൽ അവിടെ നായിക സാത്താനായി നിൽക്കുന്നു. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് അടുത്തത് ഈ ബോട്ട് കാണിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ആരോ ഒരാളെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പതിയെ കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ക്യാമറ ക്ലോസിലേക്ക് വരുമ്പോൾ ആരാണെന്ന് നോക്കിയാൽ ഈ ബോട്ടിലുള്ളവർ രക്ഷപ്പെടുത്തിയത് നായകനെ അല്ല, നായികയെയാണ്. അവൾക്ക് ജീവനുണ്ട്, പക്ഷെ നായകന് എന്ത് പറ്റിയെന്ന് അറിയില്ല. മിക്കവാറും കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവൾ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലേക്ക് പോയി അവളുടെ ആക്രമണം തുടങ്ങാൻ പോവുകയാണോ എന്നും കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.